അങ്ങനെ മോഹൻലാലിൻ്റെ മകനും സിനിമയിലെത്തുകയാണ്. ഒരുപാട് നാളെ നമ്മൾ കാത്തിരിക്കുകയാണ് പ്രണവിന്. ദുൽഖർ വന്ന ശേഷം ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ മകൻ എന്താ സിനിമയിൽ വരാത്തത്? ജിത്തു ജോസഫിൻ്റെ ആദിയിലൂടെ പ്രണവ് മോഹൻലാലും സിനിമയിലെത്തുന്നു. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ എത്തിയിട്ട് വർഷങ്ങളായെങ്കിലും മോഹൻലാലിൻ്റെ മകൻ പ്രണവ് സിനിമയിൽ എന്ന് എത്തുമെന്ന് കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. സിനിമയിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വരാത്തതെന്നും വരെ ചർച്ചയുണ്ടായിരുന്നു. സംവിധാന സഹായിയായി സിനിമയിലെത്തിയ പ്രണവിൻ്റെ നല്ല പെരുമാറ്റം സെറ്റിൽ ചർച്ചയായിരുന്നു. ഒടുവിൽ ജിത്തു ജോസഫ് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തുകയാണ് പ്രണവ് മോഹൻലാൽ. ആദി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ഒരു പാർക്കർ വിദഗ്ധന്റെ വേഷത്തിലാണ് പ്രണവ്. ഇതിനായി കായികമായി തയ്യാറെടുത്തു കഴിഞ്ഞു ഈ യുവനടൻ. ഒരു ത്രില്ലറാണ് ചിത്രം. ആശീർവാദ് സിനിമയാണ് ചിത്രം നിർമ്മിക്കുന്നത്. പ്രണവിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വരുന്ന സിനിമ ചെയ്യുന്നത് ഒരു വലിയ വെല്ലുവിളിയാണെന്ന് ജിത്തു പറയുന്നു. ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലനടനായാണ് പ്രണവ് സിനിമയിലെത്തുന്നത്. അപ്പു എന്നറിയപ്പെടുന്ന പ്രണവിന് എല്ലാ ഭാവങ്ങളും നേർന്ന് ദുൽഖർ സൽമാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ശേഷം ഭാഗം സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കാം. വിജയ് 3 വേഷത്തിലെത്തുന്ന മെർസൽ എന്ന ചിത്രത്തിന് റെക്കോർഡ് സാറ്റലൈറ്റ് തുക 30 കോടി രൂപയ്ക്കാണ് ഈ സാറ്റലൈറ്റ് തുക വിൽപ്പനയ്ക്ക് പോയത്. ഈ സിനിമയുടെ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര മലയാള സിനിമ ഓടിക്കായിരുന്നു. വിജയ് 3 വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ഇതിനകം തന്നെ ആരാധകരെ ആവേശത്തിലാഴ്ത്തി കഴിഞ്ഞു. വിജയുടെ മുൻ ചിത്രമായ തെരിയുടെ വൻ വിജയമാണ് ഇത്ര വലിയ തുക സാറ്റലൈറ്റ് അവകാശം കിട്ടാൻ കാരണമായത്. സി ഗ്രൂപ്പാണ് മെർസാലിന്റെ സാറ്റലൈറ്റ് അവകാശം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഡോക്ടർ, മജീഷ്യൻ, പഞ്ചായത്ത് തലവൻ എന്നീ വേഷങ്ങളിലാണ് വിജയ് എത്തുന്നത്. ഇതിനു മുന്നേ 100 കോടി രൂപ കൊടുത്ത് യന്ത്രൻ 2ന്റെ അവകാശവും സി കരസ്ഥമാക്കിയിരുന്നു. ബ്രിട്ടീഷ് ഗായകനായ എഡ് ഷീറന്റെ ആദ്യ ഇന്ത്യ ടൂർ ഈ വർഷാവസാനം ബാന്ദ്ര കുർള കോംപ്ലക്സിലുള്ള ജിയോ ഗാർഡൻസ് വെച്ചാണ് എഡ് ഷീറൻ ഇന്ത്യൻ പ്രേമികൾക്ക് മുന്നിൽ സംഗീത വിരുന്ന് ഒരുക്കുന്നത്. എഡ് ഷീറന്റെ ഡിവൈഡ് എന്ന ആൽബത്തിലെ ഗാനം ഇതിനകം തന്നെ 13 കോടിയിലധികം പേർ യൂട്യൂബിൽ കണ്ടുകഴിഞ്ഞു. Club isn't the best place to find the lovers at the bar is where I go. Me and my friends sat at the table doing shots, drinking fast, and then we talk slow. And you come over and start up a conversation with just me, and trust me, I'll give it a chance. Now take my hand, stop, bend the man on the jukebox, and then we start to dance. I'm singing like, girl, you know I want your love. Your love was handmade for somebody like me. Come on now, follow my lead. I may be crazy, don't mind me, say boy, let's not talk too much. പ്ലസ്, മൾട്ടിപ്ലൈ എന്നീ ആൽബങ്ങളിലൂടെ ഹിറ്റായ എഡ് ഷീറിന്റെ പുതിയ ആൽബം 2016 അവസാനമാണ് ഇറങ്ങിയത്. And then she beat me at pool, and then she kissed me like there was nobody else in the room. As last orders were called was when she stood on the stool after dancing to Kaylee singing to trad tunes. I never heard Carrick Fergus ever sung so sweet. ഏറ്റവും ഒടുവിലിറങ്ങിയ ഗാൽവേകൾ ഇതിനകം തന്നെ മികച്ച പ്രതികരണമാണ് ഉളവാക്കിയിരിക്കുന്നത്. 2017 ലോക ടൂറിലാണ് എഡ് ഇപ്പോൾ. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സംഗീതജ്ഞരിൽ 27ാം സ്ഥാനമാണ് എഡ് ഷീറിന്. I'm singing like, girl, you know I want your love. Your love was handmade for somebody like me. Come on now, follow my lead. I may be crazy, don't mind me, say boy, let's not talk too much. Grab on my waist and put that body on me. Come on now, follow my lead. നവംബർ 19 ഇന്ത്യയിലെ കൺസേർട്ട്. നമ്മുടെ സ്വന്തം നയൻതാര കന്നഡയിലേക്ക് തിരിച്ചു പോവുകയാണ്. 6 വർഷത്തിന് ശേഷമാണ് നയൻതാര കന്നഡയിൽ ഒരു പുതിയ ചിത്രവുമായി തിരിച്ചു ചെല്ലുന്നത്. ഒരു മെഗാ ബഡ്ജറ്റ് ചിത്രമായ കുരുക്ഷേത്രയിലേക്കാണ് ഇവർ തിരിച്ചെത്തുന്നത്. കന്നഡയിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമായ കുരുക്ഷേത്രയിൽ അഭിനയിക്കാൻ നയൻതാരയെ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ മാസം 23 ചിത്രീകരണം തുടങ്ങാനിരിക്കുന്ന ചിത്രത്തിൽ ദർശൻ പ്രധാന വേഷത്തിൽ എത്തുന്നു. 2014 ഇറങ്ങിയ സൂപ്പറാണ് നയൻതാര ഇതിനു മുന്നേ അഭിനയിച്ച കന്നഡ ചിത്രം. മുനിരത്നം നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നാഗണ്ണയാണ്. മെഗാ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഗ്രാഫിക് ജോലികൾക്കായിരിക്കും കൂടുതൽ തുക ചെലവഴിക്കുക. നയൻതാരയുടെ വരവ് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. സിനിമയില്ലാത്ത സമയത്ത് താൻ ഭയങ്കര മടിയനാണെന്ന് നടൻ ഫഹദ് ഫാസിൽ. സിനിമയില്ലാത്ത സമയത്ത് വേറൊന്നിനും ചിന്തിക്കാറില്ല.
തൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഫഹദ് സംസാരിക്കുകയാണ് ഷോ ഗുരുവിൽ. കുറേ നാളായി താങ്കളെ കണ്ടിട്ട്. ഇത് ഞാൻ സ്ഥിരം എല്ലാ അഭിമുഖത്തിലും താങ്കൾ ചോദിക്കുന്ന ചോദ്യം. ഉണ്ടായിരുന്നു. അതെ, നമ്മൾ കണ്ടില്ല. അതിന് ശേഷം ഒരു പക്ഷേ ഇപ്പോഴേക്കും കണ്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉള്ളപ്പോൾ വരിക. അല്ലെങ്കിൽ എനിക്കും പറയാനൊന്നുമില്ല. ഞാൻ ഒന്നും ചെയ്യാത്ത സമയത്ത് ഞാൻ ആക്ച്വലി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുമ്പോൾ വരാം. ഫഹദ് ഫാസിൽ എന്ന വ്യക്തി ചെയ്ത കഥാപാത്രങ്ങൾ നമുക്കറിയാം. കുറച്ച് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല, പക്ഷേ ഇത്തരം ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയിലേക്ക് ആദ്യമായിട്ടാണോ? സ്ലാപ്സ്റ്റിക് അല്ലത് ആക്ച്വലി. വളരെ റിയൽ ആയിട്ടുള്ള ജോക്സാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 വർഷം മുമ്പ് പിരിഞ്ഞ 4 സുഹൃത്തുക്കൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പം എല്ലാവരുടെയും ഐഡിയ ഓഫ് ലൈഫ് തന്നെ മാറിയിട്ടുണ്ട്. അന്നത്തെ നിഷ്കളങ്കമായ ഫ്രണ്ട്ഷിപ്പ് അല്ല. ഇപ്പം നമ്മുടെ ലൈഫിൽ നോക്കിയാൽ പോലും നമ്മൾ ഒരു 8-10 വർഷം കഴിഞ്ഞ് കാണുന്ന സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും ലൈഫിൻ്റെ 2 അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുകയായിരിക്കും. പിരിഞ്ഞത് ഓൾമോസ്റ്റ് സിമിലർ തോട്ട്സ് ഉള്ള സമയത്ത്. അപ്പം അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടീനേജ് ഉണ്ടായിരുന്ന 4 സുഹൃത്തുക്കൾ അവരായിട്ടല്ല, വേറൊരു ഫോഴ്സ് വന്ന് അവരെ പിരിയിക്കുകയാണ്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം കാണുക എനിക്ക് വളരെ റിയലായിട്ട് തോന്നിയ മുഹൂർത്തവും. അങ്ങനെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ 4 ഡൈനാമിക്സിൻ്റെ ഒരു ഫാക്ടർ എനിക്ക് വളരെ റിയലായിട്ടാണ് തോന്നിയത്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഓഫ്ലൈൻ സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രായോഗിക വശങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ താങ്കളുടെ നടൻ? ഒന്നുമില്ല. ഞാൻ മടിയനായി കുറച്ച് കഴിഞ്ഞൊരു 2 വർഷത്തിനിടയിൽ. വിവാഹശേഷമാണോ മടിയനായത്? അതെ. വീട്ടിലിരിക്കാൻ ഞാൻ ഈ റോൾ മോഡൽസിൻ്റെ ഡിസ്കഷനായിട്ട് ഷൂട്ടിനൊരു കുറച്ച് നാൾ മുമ്പായിട്ട് എന്നും റാഫിഖാനെ കാണും. അപ്പോൾ റാഫിഖ ഓണാകുന്നത് ഒരു രാത്രി 8-9 മണിയാകുമ്പോഴാണ് ആക്ച്വലി സംസാരങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 11 മണിയോട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ 11 മണിയോട്ട് റോൾ മോഡൽസിനെ പറ്റിയൊന്നും അല്ലായിരിക്കും, വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു 8-8:30 ആകുമ്പം റാഫിഖ ഓണാവും, സിനിമയെ പറ്റി പറഞ്ഞു തുടങ്ങും. 9 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിൽ കയറണം. ശരി. അപ്പോൾ എന്നുള്ള ഇഷ്യൂ അതായിരുന്നു. റാഫിഖ അങ്ങനെ ഓണായി തുടങ്ങുമ്പോൾ ഞാൻ പറയും ഞാൻ രാവിലെ ഇറങ്ങാം. ശരി. അല്ല, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോന്നില്ല, എനിക്ക് വീട്ടിലിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. തേച്ചില്ലേ പെണ്ണെ തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ തേച്ചില്ലേ പെണ്ണെ തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ തേച്ചില്ലേ പെണ്ണെ തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ തേച്ചിട്ട് പോയില്ല പെണ്ണെ തേച്ചിട്ട് പോയില്ല പെണ്ണെ ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വടിയായില്ലേ. താങ്കളൊരു അഭിനേതാവ് കൂടിയാണ് ഇപ്പോൾ. സംവിധായകൻ മാത്രമല്ല, സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. 2-3 സിനിമകളിൽ അഭിനയിച്ചും കഴിഞ്ഞു. എളുപ്പമാണോ ഫഹദ് ഒരു നടനെ വളയ്ക്കാൻ? അത് ഓൾറെഡി വളഞ്ഞിരിക്കുക. അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശരിക്ക് നമ്മളുണ്ടാകുന്നത്, ഇപ്പോൾ ഞാനൊരു ഇതിൻ്റെ തിരക്കഥ എഴുതിയ ആളെന്ന രീതിയിൽ നമ്മളുടെ മനസ്സിലാണ് ഈ കഥാപാത്രം ആദ്യം ഉണ്ടാകുക. അപ്പോൾ അത് പിന്നെ നമ്മൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ആ കഥാപാത്രമായിട്ട് വേറൊരാളാണ് വരിക. അപ്പോൾ അത് വളരെ അപൂർവം ആർട്ടിസ്റ്റുകളാണ് ആ കഥാപാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായിട്ട് നമ്മളെ അത്ഭുതപ്പെടുന്നത്. അതിപ്പോൾ പതിനെടുത്തിക്കൊണ്ട് സൂചിപ്പിച്ച് അങ്ങനത്തെ വളരെ അപൂർവം ആർട്ടിസ്റ്റുകൾ ഒരാളാണ് ഫഹദ്. വിനായകൻ താങ്കളിപ്പം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷറഫുദ്ദീനുണ്ട്. വിനായകൻ്റെ ഒരു അഭിനയത്തിനെ കുറിച്ച് താങ്കൾ നേരത്തെ ഒരു കമൻറ്റ് പറഞ്ഞല്ലോ, ഒരിക്കലും നേരത്തെ പറഞ്ഞ സംഭവമാണ് ആ കഥാപാത്രത്തെ പോലെ ആവാൻ പറ്റില്ലെന്ന്. വിനായകൻ കോമഡി ചെയ്യുമുള്ളൊരു ടൈമിങ് എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ? എനിക്ക് വിനായകനെ വർഷങ്ങളായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വിനായകൻ എന്നെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ
ഈ സീൻ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം വിനായകൻ എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഷറഫും വിനയായിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഫസ്റ്റ് ടൈമാണ്. ഇവരെന്ന വ്യക്തികളായിട്ട് ഞാൻ ഉടനെ തന്നെ കണക്റ്റായി. ഭയങ്കര ആസ് ഇൻഡിവിജ്വൽസ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കണക്റ്റായി ഇവർ രണ്ടുപേരുമായിട്ട്. അപ്പോൾ അവരുമായിട്ടും ആ ഇൻട്രാക്ഷൻ വേണ്ടി വന്നില്ല. ഞങ്ങളെല്ലാവരും പോയിരുന്നു. റാഫിക്ക സീൻ വായിച്ചു തരും, എന്നിട്ട് പറയും ഇനി ചെയ്തോ മക്കളെ. ഒന്ന് ഞങ്ങൾ പ്ലേ ഔട്ട് ചെയ്ത് നോക്കും. അപ്പോൾ റാഫിക്ക വന്ന് കറക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു തരും. എളുപ്പമായിരുന്നു, ഭയങ്കര ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ പടം ഷൂട്ട് ചെയ്യാൻ എളുപ്പമല്ലായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഈസി ആയിട്ടും എൻജോയ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്തത്. പക്ഷെ ആസ് എ വ്യക്തി എനിക്ക് ലൈഫിനോടൊരു കുറച്ചുകൂടെ പേഷ്യൻ്റായി, കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി തുടങ്ങി. അപ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന സ്റ്റോറീസും മാറി തുടങ്ങി.